ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സ്ഥലത്തേക്കല്ല, ഒരു അനുഭവത്തിലേക്കാണ്. എൻ്റെ ജീവിതം തന്നെ രണ്ട് ദേശങ്ങളെ ബന്ധിപ്പിച്ച ഒരു യാത്രയാണ്, ഒരു കഥയാണ്. ഒന്ന് ഞാൻ ജനിച്ച കേരളം, മറ്റൊന്ന് എൻ്റെ ജീവിത പങ്കാളിയെ നൽകിയ ഇന്തോനേഷ്യ. എൻ്റെ പേര് ഫാറൂഖ്. നിങ്ങളെല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നത് ഇന്തോനേഷ്യ മരുമകൻ എന്നായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ സുമത്ര ദ്വീപിലാണ്. ഈ സുമത്ര ദ്വീപാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ പാം ഓയിൽ ഉൽപ്പാദന കേന്ദ്രം. കേരളത്തിലെ നമ്മുടെ അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന എണ്ണയുടെ യാത്ര പലപ്പോഴും ഈ മണ്ണിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഞാനിവിടെ വന്നത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പാം ഓയിൽ കൃഷിയിടത്തിൻ്റെ ഉടമയായ ഓം ഗിന്നിങ്ങിൻ്റെ അനുമതിയോടുകൂടിയും ഹൃദയപൂർവ്വമായ ക്ഷണത്തോടെയും കൂടിയാണ് കേട്ടോ. ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടും അദ്ദേഹമായിട്ടും കുറച്ച് നേരം സംസാരിച്ചു. അവരുടെ ലളിതമായ ജീവിതവും സന്തോഷവും ഒക്കെ നമുക്ക് അവിടെ കാണാം. അതിനുശേഷം മഴ നിറഞ്ഞ വഴികളിലൂടെ ടൊയോട്ട കിജാങ് കാറിൽ, നമ്മുടെ എല്ലാം ടൊയോട്ട കോളസിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് പോകും. വെള്ളത്തിനടിയിലായിട്ടും അധ്വാനം നിർത്താത്ത മനുഷ്യരാണ് അവിടെ. കേരളത്തിലെ നമ്മുടെ അടുക്കളയിൽ നിശബ്ദമായി ഉപയോഗിക്കുന്ന പാം ഓയിൽ ഇവിടെ ഇവരുടെ അധ്വാനത്തിലാണ് പിറക്കുന്നത്. ഈ വീഡിയോ ഒരു ഫാം വിസിറ്റ് മാത്രമല്ല, ഇന്തോനേഷ്യ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പാം ഓയിൽ ഉൽപ്പാദകനായി മാറി, അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ് എന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഒന്നുറപ്പായി പറയാം, പാം ഓയിൽ വ്യവസായം ഇന്തോനേഷ്യയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ്, നെടും തൂണാണ്. അവസാനം ഒരു ചെറിയ അഭ്യർത്ഥന, ഈ വീഡിയോ പൂർണ്ണമായി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം വെള്ളത്തിനടിയിലെ ജീവിതത്തിലേക്ക്, ഇന്തോനേഷ്യയുടെ ഹൃദയത്തിലേക്ക്.